അപ്പോൾ നമ്മൾ ഇന്നലെ 2022 നടന്ന ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സിൽ വെച്ച് ചെയ്യിപ്പിച്ചു. അതിൻ്റെ ആൻസർ കീ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലിട്ട് തന്നു. നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റും ഞാൻ ഗ്രൂപ്പിലിട്ട് തന്ന ആൻസർ കീയും കൂടെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തു അല്ലേ? ഓക്കെ, നമ്മൾ ഇന്നതിലെ ഡൗട്ട് ക്ലിയറൻസ് ആണ് ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് നമ്പർ 1 ആരാ? ക്ലാസ് നമ്പർ 1 ഗോപിക അല്ലേ? ആണ് സർ. ഗോപികയെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ സെറ്റ്സുമായി ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാനിപ്പം എല്ലാ ചോദ്യവും കൂടെ പറയുന്നില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് മാത്രം പറഞ്ഞാൽ പോരെ? ഓക്കെ. അപ്പോൾ അതിലെ മിക്കവാറും വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കൊരു സെറ്റിനെ റൂൾ ഓർ സെറ്റ് ബിൽഡർ ഫോമിൽ തരും. നമ്മളതിനെ ടാബുലാർ ഓർ റോസ്റ്റർ ഫോമിൽ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ ആ എ എന്ന് പറയുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയപ്പോൾ എന്തോ വന്നായിരുന്നു ആൻസർ? ആൻസർ മാത്രം വായിച്ചാൽ മതി. എ റോസ്റ്റർ ഫോമിൽ എഴുതിയപ്പോൾ വന്നത് സെറ്റ് 0 1 2 3. സെറ്റ് 0 1 2 3. ഓക്കെ, ശരി. രണ്ടാമത്തേന്ന് പറയുന്നത് അവിടെ ഒരു ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എ യൂണിയൻ ബിയും കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി. എങ്ങനെ ഗോപിയെ യൂണിയൻ എഴുതുന്നേ? എയിലുള്ള എലമെന്റ്സിനെയും ബിയിലുള്ള എലമെന്റ്സിനെ ഒരുമിച്ച് എഴുതാം. പക്ഷെ കോമൺ എലമെന്റ് ഒറ്റ പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാ? സെറ്റ് 0 1 2 3 4 5. ഓക്കെ, അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? എ ഇന്റർസെക്ഷൻ ബി. അതെന്തുവാ? എങ്ങനെ എഴുതുന്നേ? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളവരെ. അപ്പോൾ അതാരൊക്കെയാ? സെറ്റ് 2 3. ഓക്കെ, ശരി. ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അടുത്തത് ക്ലാസ് നമ്പർ 2 ആരാ? സർ ദൃശ്യ. ദൃശ്യ സെറ്റിനകത്ത് ഇനി ചോദ്യം ഉണ്ടോ? രണ്ടാമത്തെ രണ്ട്. അല്ല, അത് കഴിഞ്ഞു. ഒന്നിന്റെ എയും ബിയും കഴിഞ്ഞു. രണ്ടാമത്തെ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം സെറ്റ് എന്നല്ല, അത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആത്തിന്നല്ലേ? ഇനി ഞാൻ ചോദിച്ചത് സെറ്റിനകത്ത് എന്നുള്ള അടുത്ത ചോദ്യം ഏതാണ്? ഒമ്പതാമത്തെ ഉണ്ട്. ഒമ്പതാമത്തെ വായിച്ചാട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്. ഓക്കെ, എങ്ങനെയാ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത്? എയിലുള്ള എലമെന്റിനെ എല്ലാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എഴുതണം. അപ്പോൾ എ ഡാഷിനകത്തിൽ ആരൊക്കെ വരും? സെറ്റ് 1 3 5 8. ഓക്കെ, ശരി. അടുത്തത് ബി ഡാഷ് 1 2 7 8. ഓക്കെ, അടുത്തത് എന്ത് കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിച്ചു. എ യൂണിയൻ ബി എന്തോ വന്നു? സെറ്റ് 2 3 4 5 6 7. ഓക്കെ, ശരി. അടുത്തത് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് കണ്ടുപിടിച്ചപ്പോഴോ? 1 8. സെറ്റ് 1 8. അടുത്തത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിച്ചപ്പോഴോ? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിച്ചപ്പോഴോ? ഹലോ ദൃശ്യ, ഹലോ. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിച്ചപ്പോഴോ? ഹലോ. സെറ്റ് 1 സെറ്റ് 1 8. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ അല്ലേ? ശരി. അപ്പോൾ ഇത് മിക്കവാറുമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വെരിഫൈ ചെയ്യാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് എന്തൊരു പേര് പറയുമല്ലോ ഈ ലോയ്ക്ക്? ആർക്കെല്ലാം പേരെന്ന് പറയാമോ? ഡി മോർഗൻസ് ലോ. ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്
എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഈക്വൽ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. വേറെ ഒരു ലോയും കൂടെ ഉണ്ടല്ലോ ഇതിന്റെ കൂടെ തന്നെ. ഇതിന്റെ കൂടെ തന്നെ രണ്ട് ലോയെ ചേർത്ത് നമ്മൾ ഡി മോർഗൻസ് ലോ എന്ന്. അപ്പൊ രണ്ടാമത്തെ ലോ എന്തുവായിരുന്നു? A intersection B the whole complement is equal to A complement union B complement. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത് രണ്ടിൽ ഏതെങ്കിലും പരീക്ഷയ്ക്ക് മിക്കവാറും എല്ലാ വർഷങ്ങളിലും വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലാസ് നമ്പർ 3 ആരാ? സർ ആരാ? കല്യാണി. വായിച്ചാട്ടെ കല്യാണി. 10ാമത്തെ ചോദ്യത്തിന്റെ അടുത്തത് സെറ്റ് ചെയ്തല്ലേ 10ാമത്തെ ചോദ്യം? ആണ് സർ. അപ്പോ വായിച്ച ചോദ്യം. If two set A and B are disjoint, which among the following is true? എന്താ ചോദ്യത്തിന് അർത്ഥം? എയും ബിയും ഒരു ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള? എന്താണ് ഈ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ അതിൽ കോമൺ ആയിട്ട് ഒന്നും ഇല്ല, ഒരു എലമെന്റും ഇല്ലാത്തത് അതിനെയാണ് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടുപേരിലും കോമൺ ആണ്. ഇപ്പൊ അതിനകത്തിന് ഏതാ ആൻസർ? ആൻസർ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 അല്ലെ 5 ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ഇനി എന്തോ കല്യാണം ഇതിന്റെ ബി ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സെറ്റ് എ 1 2 3 4 5 6 and B 3 4 5 6 7 8. Find A minus B and B minus A. എ മൈനസ് ബി അല്ല, എ ഡിഫറൻസ് ബി ആൻഡ് ബി ഡിഫറൻസ് എ. എ ഡിഫറൻസ് ബി എങ്ങനെ എഴുതുന്നത്? അത് ബി സെറ്റിനകത്ത് നിന്ന് എയിലുള്ള എലമെന്റ്സിനെ ഒക്കെ തിരിച്ച് ബിയിലുള്ളവരെ എയിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് ബാക്കിയുള്ളവരെ എവിടെ നിന്ന് എഴുതണം? എയിൽ നിന്ന് എഴുതണം. അപ്പൊ എ ഡിഫറൻസ് ബി വായിച്ചാട്ടെ. 1 2 സെറ്റ് 1 2. ഓക്കെ, ശരി. ബി ഡിഫറൻസ് എയോ? 7 8. ഇനി അടുത്തത് ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള യൂണിയൻ എഴുതണം. അപ്പൊ ആൻസർ 1 2 3 7 1 2 7 8. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളല്ലേ സെറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം? അല്ല, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 ഉണ്ട് ഇല്ലയോ? ഓക്കെ, ശരി. കല്യാണി കഴിഞ്ഞാൽ അടുത്ത ആരാ? കാശിനാഥ. ആൻസർ മാത്രം വായിച്ചാൽ മതി. നമ്മൾ ചോദ്യവും എല്ലാം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ സമയം തികയത്തില്ല. ഡൗട്ട് ഉള്ളത് വരുമ്പോൾ മാത്രം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 17ന്റെ ആൻസർ. 17ന്റെ എയുടെ ആൻസർ ഓപ്പൺ ഇന്റർവൽ 1 3 ക്ലോസ്ഡ് ഇന്റർവൽ. ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ 1 3. അതായത് ഡി ഓപ്ഷൻ അല്ലേ? അതെ സർ. ഓക്കെ, ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ A intersection B is equal to A. A intersection B is equal to A. ഓക്കെ, ശരി. അടുത്തത് സാർ അടുത്തത് വെൻ ഡയഗ്രാം. ഓക്കെ, ശരി. അടുത്തത് സി ക്വസ്റ്റ്യൻ. സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 ഈക്വൽ 5 സെറ്റ് 1 2 3 സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 സെറ്റ് 1 2 സെറ്റ് 1 3 സെറ്റ് 2 3. ഓക്കെ, ശരി. അപ്പോൾ ഈ 17ാമത്തെ ചോദ്യത്തിന്റെ എ ബി സി എന്നീ പാർട്ടുകളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 17ന്റെ എ ബി സി പാർട്ട് ഏതിന്റെയാ? ഇതിന്റെ സിയുടെ ആൻസർ. ആദ്യം തന്നിരിക്കുന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 3. അപ്പൊ അതിന് എത്ര സബ്സെറ്റ് കാണും? 2/3. അതായത് 2/3 എത്ര? 8. അപ്പൊ നമ്മള് 8 സബ്സെറ്റ് എഴുതണം. അപ്പൊ ആദ്യം ഒരു എലമെന്റ് വെച്ചുള്ള എഴുതുക. സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. ഓക്കെ, ഇനി രണ്ടുപേരെ വെച്ചുള്ളത് സെറ്റ് 1 2 സെറ്റ് 1 3 സെറ്റ് 2 3. ഇനി മൊത്തം പേരോട് വരുന്നത് സെറ്റ് 1 2 3. ലാസ്റ്റിലത്തേത് 5. 8 പേരായോ? ശരി, ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടോ? ഇനി ഇല്ല. എന്തോ? ഓക്കെ.
അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. കാശിനാഥൻ കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? കാശിനാഥൻ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? സാർ ഭവപ്രിയ. ഭവപ്രിയ ഇല്ലയോ? ഇല്ല. ഓക്കെ, അടുത്തത് സാർ ആ ആരാണ്? വിശാഖ്. ആ വിശാഖെ, റിലേഷൻ ആൻഡ് ഫംഗ്ഷനകത്ത് നിന്നുള്ള ആദ്യത്തെ ചോദ്യം. മൂന്നാമത്തെ. 3 അല്ല 2 ഇല്ലയോ? രണ്ടാമത്തെ. ആ അപ്പൊ 2ന്റെ എ പാർട്ടിന് ആൻസർ വായിച്ചേ. എക്സ് ഈക്വൽ 2 വൈ എസ് ഈക്വൽ ടു 3. ഓക്കെ, ശരി. ആ അടുത്തത് എയും ബിയും തന്നിട്ട് എ ക്രോസ് ബിയും ബി ക്രോസ് എയും എഴുതാനാ. ആ വായിച്ചാട്ടെ. എ ക്രോസ് ബി. A cross B is equal to set of ordered pair 1 5 1 6 1 7 2 5 2 6 2 7. ആ ഓക്കെ, അടുത്തത് ബി ക്രോസ് എ വായിച്ചാട്ടെ. B cross A equal set ordered pair 5 1 5 2 6 1 6 2 7 1 7 2. ഓക്കെ, ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തേതും അതിൽ നിന്ന് തന്നെയാണല്ലോ അല്ലേ? ആണോ വിശാഖേ? അതെ സാർ. ഓക്കെ, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ആദ്യം നമ്മൾ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടോ നോക്കണം അല്ലേ? എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് കാണും? 2 into 4. ആ 2 into 4 ഈക്വൽ 8 എലമെന്റ്. അപ്പം നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബിയോ? 2 raised to 8. ആ അപ്പം അത്രയും റിലേഷൻസ് എവിടെ നിന്ന് എങ്ങോട്ട് കാണും? എയിൽ നിന്ന് ബിയിലേക്ക് കാണും അല്ലേ? അതെ സാർ. ഓക്കെ, ആ ഇനി എൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. എഫും ജിയും തന്നിട്ട് എഫ് പ്ലസ് ജിയും എഫ് ജിയും എഴുതാനാ. എഫ് പ്ലസ് ജി എങ്ങനെ എഴുതുന്നേ? x square plus x plus 2. ഓക്കെ, എഫ് ജി എഴുതുമ്പോഴോ? x cube plus 2x square. ആ എക്സ് ക്യൂബ്, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2, അത് ഗുണിച്ചെഴുതുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ. ഈ 2, 3 ചോദ്യങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? 2, 3 ഇല്ല. വിശാഖ് കഴിഞ്ഞാൽ അടുത്ത ആരാണ്? ആ അമലാണോ? ഹലോ. ആണാണ്. ആ ആ അമലെ, അടുത്ത ചോദ്യം റിലേഷൻ ആൻഡ് ഫംഗ്ഷനകത്ത് നിന്നുള്ള ഏതാണ്? 11. ആ 11. ആ അതായത് ഒരു ആരോ ഡയഗ്രം തന്നിരിക്കുന്നു. അതിൽ നമ്മൾ ആദ്യം ആ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. വായിച്ചാട്ടെ. സെറ്റ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ആറല്ല, ആർ ഈക്വൽ ആർ ഈക്വൽ ഓർഡർഡ് പെയർ 1 2 സെറ്റ് ഓർഡേർഡ് പെയർ 1 2 1 2 2 3 3 4 4 5 5 6. ഓക്കെ, ശരി. ആ ഇനി രണ്ടാമത്തെ അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. R is equal to set xy ordered pair xy. Y is equal to x plus 1. X and y belongs to R. അല്ല, എക്സ് എലമെന്റ് ഓഫ് എ കോമ വൈ എലമെന്റ് ഓഫ് ബി എന്ന് എഴുതണം. മനസ്സിലായോ? മനസ്സിലായോ? R is equal to set ordered pair xy such that x is an element of A, comma y is an element of B, and y is equal to x plus 1. Video. Say. See question. Domain is equal to set 1 2 3 4 5. Range is equal to set 2 3 4 5 6. Okay. 11ാമത്തെ ചോദ്യം അമല് വായിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ചോദിച്ചാട്ടെ. സാർ അതിന്റെ ബി പാർട്ട് ചെയ്യുമ്പോഴേ എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ സെറ്റ് എന്ന് ഇട്ടാ മതിയോ? തെറ്റാ. കാരണം നാച്ചുറൽ നമ്പർ സെറ്റ് മൊത്തത്തിൽ എയിലില്ല. 1 മുതൽ 6 വരെയുള്ളവർ മാത്രം. കണ്ടീഷൻ കൊടുത്ത് 1 ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അത്രയും വിശദമാക്കേണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവിടെ കിടപ്പുണ്ടല്ലോ. എയ്ക്കകത്തിൽ അല്ല, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല, അത്രയും കോംപ്ലിക്കേഷൻ ആക്കണ്ടല്ലോ. സിമ്പിൾ ആയിട്ട് എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് എ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ അകത്തിൽ എ എന്ന് പറയുന്ന സെറ്റ് കൃത്യമായി തന്നിട്ടില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ് എലമെന്റ് ഓഫ് എ കോമ വൈ എലമെന്റ് ഓഫ് ബി എന്ന് എഴുതിയാൽ കാര്യം ഇവിടെ കിട്ടിയല്ലോ. ശരി, താങ്ക് യു. ശരി. സർ, എന്തോ
എക്സും വൈയും എലമെന്റ് ഓഫ് എന്ന് എഴുതാൻ പറ്റുമോ? കാരണം ഇവിടെ രണ്ടും റിലേഷൻ പേര് എയും ബിയും എന്നുണ്ടെങ്കിലും രണ്ടിലെയും എലമെന്റുകൾ ഒരാൾ തന്നെ അല്ലേ? അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് എ കോമ വൈ എലമെന്റ് ഓഫ് എ, അല്ലെ രണ്ടുകൂടെ ചേർത്ത് എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എ എന്ന് എഴുതിയാലും മതി. ഓക്കെ, ശരി. അമല് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടെയാ? അമല് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാണ്? എനക്കില്ല. അമൽദേവ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? ദേവാനന്ദ്. ദേവാനന്ദ് ഇല്ലയോ? ആ, ദേവാനന്ദ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടെയാ? പ്രണവ്. പ്രണവ് ജെ ഉണ്ടോ? പ്രണവ് ജെ ഇല്ല. പ്രണവ് കഴിഞ്ഞാൽ പിന്നാരാ? അതുമില്ല. പ്രണവ് ജെ കഴിഞ്ഞാൽ പിന്നാരാ? പ്രണവ് ജെ കഴിഞ്ഞാൽ സൗപർണിക. സൗപർണിക, ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ അകത്ത് ചോദ്യം ഉണ്ടോ? സൗപർണിക, സൗപർണിക, സൗപർണിക. വൈഷ്ണവ് വി ധർമ്മരാജ് ഇല്ല. ആദിത്യൻ ഡി ഉണ്ടോ? ആരാ? വൈഷ്ണവ്. വൈഷ്ണവ്, ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ അകത്ത് ചോദ്യം ഉണ്ടോ? 18ാമത്തെ. 18ാമത്തെ. അപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നിരിക്കുന്നു. ആ ഫംഗ്ഷന്റെ പേരെന്തോ വൈഷ്ണവേ? ഇതിന് ഐഡിയ ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഫംഗ്ഷന്റെ പേര്? അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. നമ്മൾ പഠിച്ച ഫംഗ്ഷന്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ എ ക്വസ്റ്റ്യൻ എന്ത് വരുന്നത് വൈഷ്ണവേ? ഡൊമൈനും റേഞ്ചും എഴുതാം. ഡൊമൈൻ വായിച്ചാട്ടെ. ഡൊമൈൻ 6. ഡൊമൈൻ 6. ഓക്കെ. അടുത്തത് റേഞ്ച് -1 0 1. സെറ്റ് -1 0 1. ഗ്രാഫ് വരച്ചായിരുന്നോ? ഗ്രാഫ് വരച്ചില്ല. ഗ്രാഫ് വരച്ചില്ലേ? മറന്നു. നല്ല കാര്യം. ഓക്കെ. സി ക്വസ്റ്റ്യൻ എഫ് ഓഫ് 2ഉം എഫ് ഓഫ് -2ഉം കൂടെ കൂട്ടാനാ. എഫ് ഓഫ് 2വിന്റെ വില, എഫ് ഓഫ് 2വിന്റെ വില വൈഷ്ണവേ, വൈഷ്ണവ ഇല്ല. ആദിത്യൻ ഡി, ആദിത്യൻ ഡി. ശ്രീനന്ദന എസ്. പേര് വിളിക്കുന്ന ആരും ഇല്ലയോ? ശ്രേയ, സാർ. ശ്രേയ. എഫ് ഓഫ് 2 എത്ര? എഫ് ഓഫ് 2 1. എഫ് ഓഫ് -2ഓ? -1. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എന്തോ വരും? 0. ഓക്കെ. 18ാമത്തെ അല്ലെങ്കിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ അകത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല സർ. അപ്പോ നജാ നാസർ ഉണ്ടോ? ഉണ്ട് സർ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രിഗണോമെട്രി ആണല്ലേ? അതെ സർ. അപ്പോ ട്രിഗണോമെട്രിക്കകത്തിൽ നിന്ന് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏതാണ് അജയ്? 4th question. വായിച്ചാട്ടെ. Sin 420 degree is equal to dash. എന്തോ ആൻസർ? √3/2. √3/2. ഓക്കെ. അതിന്റെ ബി ക്വസ്റ്റ്യൻ ടാൻ എക്സിന്റെ വില 1/2 ആണ്. എക്സ് തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെങ്കിൽ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും വില കണ്ടുപിടിക്കാം. സൈൻ എക്സ് എത്ര? Sin x ഒരു മിനിറ്റ് സർ. Sin x is equal to -1/√5. കോസ് എക്സ് is equal to -2/√5. ഓക്കെ.
നജ വായിച്ച 4ാമത്തെ ചോദ്യത്തിന്റെ AB പാർട്ടുകളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ A ഒന്ന് പറയുമോ? അതായത് sin 420 എങ്ങനെ കണ്ടുപിടിക്കുന്നത് ആണോ? ആ ബോർഡിലോട്ട് നോക്കി നോക്കുക. sin 420 sin 420. ഈ 420 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആംഗിൾ ആണോ? നമുക്ക് വില അറിയാവുന്ന ഒരു ആംഗിൾ ആണോ? അല്ല. ഇപ്പൊ നമ്മള് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാ. നജേ 420 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു നജ? 90 ഉണ്ട്. 90. എത്ര പ്രാവശ്യം? അഞ്ചോടാ ചോദ്യം. എന്താ സർ? 420 90 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് ആൻസർ വന്നു? 60. 60 വന്നു. അല്ല സർ, sin 60 എന്ന് കിട്ടും. അയ്യോ, അതല്ല ചോദ്യം. ഈ 420 90 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എന്താ വന്നത്? കാൽക്കുലേറ്ററെ ഡിവൈഡ് ചെയ്യുവാന്നോ? അല്ല സർ. സർ ഒരു മിനിറ്റ്, ഞാൻ ആൻസർ ഒന്ന് എടുത്തോട്ടെ. നാലിനെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 42നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 420 മൊത്തത്തിൽ എടുത്താലേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം 360. 9 4 36 360. കുറച്ച് എത്ര കിട്ടും? 420 നിന്ന് 360 കുറച്ചാൽ എത്ര കിട്ടും? 60. ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് സൈൻ ഓഫ് 4 × 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ. 90ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്ന 4 എന്ത് നമ്പർ? ഈവൻ നമ്പർ വന്നാൽ സെയിം ഫംഗ്ഷൻ തന്നെ എടുക്കണം. എന്ന് പറഞ്ഞാൽ സൈൻ തന്നെ എടുക്കണം. പിന്നെ അതിന്റെ കൂടെ ആരെ കൊണ്ട് എഴുതണം? ഈ പ്ലസിന് ശേഷം കിടക്കുന്ന ആംഗിൾ അതെത്ര? 60 ഡിഗ്രി. ഇനി അടുത്ത എന്തോ നജിയെ നോക്കണ്ടേ? ഏത് ക്വാഡ്രന്റ് ആണ് നോക്കണം. 420 എന്ന് പറയുമ്പോ 4 90 1 2 3 4 90 കറങ്ങി വരുമ്പോ നമ്മൾ എവിടെ വരും? ഫോർത്തിന്റെ ബൗണ്ടറി. അതിന്റെ കൂടെ ഇനി ഒരു 60 കൂടെ വരണം. അപ്പൊ പ്ലസ് 60. ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനായ സൈൻ എങ്ങനെയാണ്? പോസിറ്റീവ്. അപ്പൊ സൈൻ 60 പോസിറ്റീവ് ആണ്. ആൻസർ സൈൻ 60 √3 ആണോ? ഇപ്പൊ ഇവിടെ കിട്ടിയോ? ശരി. ഇതല്ലേ നരി ആൻസർ? അതെ സർ. ഓക്കെ, ശരി. അടുത്തത് വൃന്ദയുണ്ടോ? അല്ല, അതിനുമ്പേ കാശിനാഥൻ പി ഉണ്ടോ? കാശിനാഥൻ പി. അടുത്തത് കാർത്തിക് മുരളി. വൃന്ദ എസ് ഉണ്ടോ? സാർ. വൃന്ദ ട്രിഗണോമെട്രി എന്നുള്ള അടുത്ത ചോദ്യം. ബി ക്വസ്റ്റ്യൻ അല്ലേ? ബി ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു. എയും ബിയും കഴിഞ്ഞു. 4ന്റെ എയും ബിയും കഴിഞ്ഞു. ട്രിഗണോമെട്രിയിൽ നിന്നുള്ള അടുത്ത ചോദ്യം 12ാമത്തെ. വായിച്ചാട്ടെ. ആൻസർ 120. 2π/3 റേഡിയൻ is equal to 120 ഡിഗ്രി. ഓക്കെ. ബി ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. 12ന്റെ എയിലോ ബിയിലോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
12ന്റെ എയിലോ ബിയിലോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബി പാർട്ടിക്ക് പറഞ്ഞു. ആ ബി ആരാ? ഒന്ന് ആദ്യത്തിനാ പറഞ്ഞത്, പിന്നെ ആരാ പറഞ്ഞേ? ആദിവിനായക്. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ന്യൂമറേറ്റർ എടുക്കണം. ആരാണ് ഇവിടുത്തെ ന്യൂമറേറ്റർ? ആദിത്യോ? സൈൻ 5x. എഴുതാത്തവരുണ്ടെങ്കിൽ, ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ എഴുതിക്കോണം. സൈൻ 5x പ്ലസ് സൈൻ 3x. അടുത്ത ഇവിടെ നമുക്ക് ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യാം? ആദ്യത്തെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യാം? sin x plus sin. സൈനോട്ട് എഴുതിയിട്ടോ. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. എന്താണ് ആദിത്യ സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ റിസൾട്ട്? sin x y by 2 x plus y by 2 cos x minus y. cos x minus y by 2. നമ്മുടെ പ്രോബ്ലത്തിൽ ആരാണ് x, ആരാണ് y? x 5. 5x x ആണ്, 3x y ആണ്. അപ്പോൾ പറഞ്ഞിട്ട് ആൻസർ 2 sin 5x plus 3x by 2 into cos 5x minus 3x by 2. This is equal to 2 sin 5x plus 3x 8x by 2 cos 5x minus 3x 2x by 2 equal to sin 8x by 2 4x cos 2x by 2 x. അപ്പൊ ന്യൂമറേറ്റർ കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. അകത്തു നടച്ചു ഇല്ല. അപ്പോ ആദിവിനായകും പിന്നെ നമ്മുടെ എന്താണ് ആദിത്യനും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ, ഇനി നമുക്കതിന്റെ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം? ഡിനോമിനേറ്റർ. അപ്പൊ ഡിനോമിനേറ്റർ എടുത്തെഴുതിക്കേ. എന്താണ് ഡിനോമിനേറ്റർ? എന്റെ പിള്ളേരെ രാവിലെ വന്നിരുന്ന് ഉറങ്ങുവാന്നോ? cos 5x plus cos 3x. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യാം? cos x plus cos y. എന്തു ആൻസർ? cos x plus cos y യുടെ ആൻസർ എന്താണ്? cos x plus y by 2. 2 cos 2 cos x. 2 cos x plus y by 2 cos minus y by 2 into cos x minus y by 2. അപ്പൊ ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ 5x x ആണ്, 3x y ആ. പറഞ്ഞ ആദ്യം വിനായക സ്റ്റെപ്പ് പറഞ്ഞു കഴിക്കൂ. 2 cos 5x plus 3x by 2 cos 5x minus 3x by 2. Okay, this is equal to 2 cos 5x plus 3x 8x by 2 into cos 5x minus 3x 2x by 2. This is equal to 2 cos 8x by 2 4x cos 2x by 2 x. അപ്പൊ ഡിനോമിനേറ്ററിന്റെ വില കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം മൊത്തത്തിൽ എടുത്തെഴുതുക. എഴുതിയോ? ചോദ്യം മൊത്തത്തിൽ എടുത്തെഴുതിയോ? ചോദ്യം മൊത്തത്തിൽ എടുത്തെഴുതിയോ?
അനങ്ങുന്നില്ല. ആദ്യത്തിനും ആദ്യവിനായി എഴുതിയോ? എഴുതി സർ. ഓക്കെ. ന്യൂമറേറ്ററിന് പകരം എന്ത് എഴുതാം? 2 sin 4x Cos x. cos x ബൈ ഡിനോമിനേറ്ററിന് പകരം 2 cos 4x 4x cos x. 2 2 വെട്ടിപ്പോയി, cos x cos x വെട്ടിപ്പോയി. sin 4x ഡിവൈഡഡ് ബൈ cos 4x tan 4x. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഇതാണോ പ്രൂവ് ചെയ്യണ്ടേ? അതെ സർ. ഓക്കെ. വൃന്ദ കഴിഞ്ഞാൽ അടുത്തത് പൂജാലക്ഷ്മിയാണ്. പൂജാലക്ഷ്മി ട്രിഗണോമെട്രി എന്നുള്ള അടുത്ത ചോദ്യം. പൂജാലക്ഷ്മി ഇല്ല. വൈഷ്ണവ് വി ഇല്ല. വിഷ്ണു വി വിഷ്ണു ഏതാണ് ട്രിഗണോമെട്രി എന്നുള്ള അടുത്ത ചോദ്യം? ട്രിഗണോമെട്രിയുടെ അടുത്ത ചോദ്യം സർ 19. ഓക്കെ, വായിച്ചോ. സൈൻ 75 ഡിഗ്രിയുടെ വില. സൈൻ 75 ഒരു മിനിറ്റ് അതാണ് എടുക്കാം. √3 √3/2. √3/2 അല്ല √3/2 പ്ലസ് 1/√2. ഒന്നുകൂടെ വായിച്ച്. സൈൻ 45 പ്ലസ് 30. അല്ല, അതെനിക്ക് മനസ്സിലായി. അതിന്റെ ഫൈനൽ ആൻസർ മാത്രം വായിച്ചാൽ മതി. ഫൈനൽ ആൻസർ മാത്രമേ. സൈൻ 75 ഏറ്റവും അവസാനം കിട്ടിയ വില മാത്രം വായിച്ചാൽ മതി. 1/2. കൊള്ളാം. √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്നല്ലേ ഉത്തരം വരുന്നേ? സാർ മിസ്റ്റേക്ക് ഉണ്ട് സാർ. അതിനകത്ത് ആൻസറിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? ആ ഉണ്ടോ? ഉണ്ട്. നോക്കാം. ആദ്യം സൈൻ 75 സൈൻ ഓഫ് 45 പ്ലസ് 30 എന്ന് എഴുതി ആണോ? അപ്പോൾ സൈൻ x പ്ലസ് വൈയുടെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 45 കോസ് 30 പ്ലസ് കോസ് 45 സൈൻ 30. അത് ശരിയാണോ? ആണ്, ശരിയാണ്. ഓക്കെ. സൈൻ 45ന്റെ വില സൈൻ 45ന്റെ വില √3/2. സൈൻ 45ന്റെ വിലയോ? അല്ല 1/√2. 1/√2 ഇൻറ്റു കോസ് 30യുടെ വില കോസ് 30യുടെ √3/2 പ്ലസ് കോസ് 45ന്റെ വില 1/√2. 1/√2. സൈൻ 30യുടെ വില 1/2. അപ്പൊ ആദ്യത്തേത് 1/√2 ഇൻറ്റു √3/2 എന്തോ ഒരു ആൻസർ? 1/√2 ഇൻറ്റു √3/2 എന്ത് വരും ആൻസർ? √3/2. ഓക്കെ. രണ്ടാമത്തെ വിലയോ? സാറേ ഈ സൈൻ 75 √6 പ്ലസ് √2/4 അല്ല സാറേ സിംപ്ലിഫൈ ചെയ്തല്ലേ ആ √3 എന്നുള്ള ഫോം വരുന്നത്? ഒരു സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ 75ന്റെ വിലയാണ് അല്ലേ? ആണോ? നോക്കാം. സൈൻ 75. അപ്പോൾ 75നെ നമ്മൾ സൈൻ ഓഫ് 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതി ആണോ? ഇവിടെ നമ്മൾ ഏത് റിസൾട്ട് അപ്ലൈ ചെയ്തു? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. എന്താണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ? sin x cos y പ്ലസ് cos x sin y. അപ്പൊ ഇവിടെ 45 ആണ് x, 30 ആണ് y. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു
sin 45 degree cos 30 degree plus cos 45 degree sin 30 degree. ശരിയാണോ? sin 45 എത്ര? 1/√2 into cos 30 √3/2 plus cos 45 1/√2 1/√2 into sin 30 1/2. Okay. 1 into √3 by √2 into 2 √2. ശരിയാണോ? Yes. Plus 1 into 1 by √2 into 2 √2. Okay. Okay. ഇത് ഡിനോമിനേറ്റർ സെയിം ആയ രണ്ട് ഫ്രാക്ഷൻസ് അല്ലേ? Yes, sir. അത് രണ്ടുകൂടെ എങ്ങനെ ആഡ് ചെയ്യും? ന്യൂമറേറ്റർ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിനോമിനേറ്റർ എടുത്ത് എഴുതുക 2 √2. സോ ദി ആൻസർ ഈസ് √3 plus 1 divided by 2 √2. കാശാന്ത ഇപ്പൊ ഡൗട്ട് മാറിയോ? ആ ഓക്കെ ശരി. കാശാന് √6 ഒക്കെ എങ്ങനെ വന്ന്? കാൽക്കുലേറ്റർ ചെയ്തപ്പോ അങ്ങനെ അങ്ങനെ ചെയ്ത് ഇത്രയും മാത്രം ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോ വിഷ്ണു കഴിഞ്ഞാൽ അടുത്തത് നിരഞ്ജൻ സാറുണ്ടോ? ഇല്ല. ശ്രീലക്ഷ്മി ആർ. ട്രിഗണോമെട്രി എന്നുള്ള അടുത്ത ചോദ്യം ഏതാണ്? ട്രിഗണോമെട്രി എന്നുള്ള അടുത്ത ചോദ്യം ഏതാണ്? അതായത് 19ന്റെ ബി പാർട്ട്. 19ന്റെ ബി പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 19ന്റെ ബി പാർട്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തോ ഡൗട്ട് ഉണ്ട്? ആരാ? കാശിയാണ്. ഓക്കെ ശരി. അപ്പൊ നമ്മള് ഉണ്ട്. അപ്പൊ അതിലെ രണ്ട് കാര്യങ്ങളുടെ സം അല്ലേ അവിടെ ചോദിച്ചേക്കുന്നേ? അതിലെ ആദ്യത്തെ ആളിനെ അങ്ങോട്ട് എടുത്ത് എഴുതുക. ആദ്യത്തെ ആൾ ആരാണ്? cos π/4 plus x. എഴുതുക. എന്റെ കൂടെ എഴുതിക്കോണം. cos of π/4 plus x. ഇവിടെ നമ്മൾ ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യും? cos of x plus y. എന്തോ ആൻസർ? cos x cos y minus sin. cos x cos y minus sin x sin y. ആണോ? അപ്പൊ π/4 x നെ y ആയിട്ട് എടുക്കണം. വായിച്ചാണ്ട ശ്രീലക്ഷ്മി സ്റ്റെപ്പ്. cos π/4 into cos x minus sin π/4 sin x. ഇതിൽ ആരുടെയെങ്കിലും വില നമുക്കറിയാമോ? cos π/4 അതെത്ര? 1/√2. 1/√2 cos x minus sin π/4 1/√2. അപ്പൊ 1/√2 sin x. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീലക്ഷ്മി അടുത്തത് cos of π/4 minus x അല്ലേ? ഒറ്റ വ്യത്യാസമല്ലേ വരത്തുള്ളൂ. എന്തോ വ്യത്യാസം? എന്തോ ശ്രീലക്ഷ്മി വ്യത്യാസം വരുന്നേ? പ്ലസ് ആവും. അപ്പോ 1/√2 cos x പ്ലസ് 1/√2 sin x. ഈ രണ്ട് സ്റ്റെപ്പുകൾ കാശിനാഥനും പിന്നെ അമലിനും മനസ്സിലായോ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതുക. അതായത് പ്രൂവ് ദാറ്റിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്ത് എഴുതുക. പ്രൂവ് ദാറ്റിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്തെഴുതുക. എഴുതി. അപ്പൊ എന്തോ ഒരു ആൻസർ ഈസ് ഈക്വൽ ടു 1/√2 cos x മൈനസ് 1/√2 sin x. ഇതല്ലേ ആദ്യത്തെ ആളിന്റെ വില? പ്ലസ് അടുത്തതാ 1/√2 cos x പ്ലസ് 1/√2 sin x. ആര് കട്ടായി പോകും? 1/√2 sin. മൈനസ് 1/√2 sin x ഉം
പ്ലസ് 1/√2 sin x വെട്ടിപ്പോവും. പിന്നെന്തോ വരും മിച്ചം? 1/√2 cos 1/√2 cos x പ്ലസ് 1/√2 cos x. ആൻസർ 2 into 1/√2 cos x. ഒരാളെ 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം 2 കൊണ്ട് ഗുണിച്ചാ പോരെ? ആണോ? ഓക്കെ. ഈ ആദ്യം കിടക്കുന്ന 2നെ നമുക്ക് √2 into √2 എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാം. ഇൻറ്റു 1/√2 cos x. ഓരോ √2 ക്യാൻസൽ ആയി പോകും. സോ ദി ആൻസർ ഈസ് √2 cos x. പ്രീതിയോ? മനസ്സിലായി. ഓക്കെ. അമൽദേവിന് പ്രീതിയോ? മനസ്സിലായി. ഓക്കെ. ഇനി അതിന്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യം തന്നെയാണല്ലോ. അതെ സർ. ഓക്കെ. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ഏതെങ്കിലും ചോദ്യത്തിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത പാഠം ഏതാണ്? ട്രിഗണോമെട്രി കഴിഞ്ഞ നമ്മുടെ അടുത്ത ചാപ്റ്റർ ട്രിഗണോമെട്രി കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ല, ലീനിയർ ഇൻഇക്വാളിറ്റി കഴിഞ്ഞിട്ടല്ലേ കോംപ്ലക്സ് നമ്പർ? അല്ല, 5 കോംപ്ലക്സ് നമ്പർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് ശ്രീലക്ഷ്മി കഴിഞ്ഞു. നവമി സർ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ആദ്യത്തെ ചോദ്യം 5ാമത്തെ ചോദ്യം. വായിച്ചാട്ടെ. i⁻9 plus i⁻19 ഇത് ഞാൻ നിങ്ങൾക്ക് അവിടെ നടത്തിയ ടെസ്റ്റ് പേപ്പറിൽ ഇട്ട ചോദ്യമല്ലേ? equal dash. ഇല്ലയോ? അതെ സർ. ആൻസർ വായിക്കൂ. i⁻9 equal അല്ലല്ല, ഫൈനൽ ആൻസർ മാത്രം വായിച്ചാൽ മതി. ഫൈനൽ ആൻസർ മാത്രം വായിച്ചാൽ മതി. 0 plus 0i. എന്ന് പറയുമ്പോൾ 0 തന്നെ. ഓക്കെ. അതിന്റെ ബി പാർട്ടിൽ നമുക്ക് 2 കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നു. ആ 2 കോംപ്ലക്സ് നമ്പരും കൂടി ആഡ് ചെയ്യാനാണ്. എങ്ങനെയാണ് 2 കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നത്? റിയൽ പാർട്ട് കൂട്ടി റിയൽ പാർട്ടായിട്ട് എഴുതണം. ഇമാജിനറി പാർട്ട് കൂട്ടി ഇമാജിനറി പാർട്ട് ആക്കണം. അപ്പൊ എന്തോ ഒന്നും ആൻസർ 10 plus 10i. 10 plus 10i ആണോ ഉള്ളൊരു ആൻസർ? ആണോ? ഓക്കെ. നോമി കോംപ്ലക്സ് നമ്പർ എന്നുള്ള അടുത്ത ചോദ്യം. കോംപ്ലക്സ് നമ്പറിൽ നിന്നുള്ള അടുത്ത ചോദ്യം നോമി കോംപ്ലക്സ് സർ 13ാമത്തെ ഓക്കെ. ആദ്യം ആ തന്നിരിക്കുന്ന ആളിനെ a+ib ഫോമിൽ എഴുതിയപ്പോൾ നോമിക്ക് എന്ത് കിട്ടിയ ആൻസർ? 1 plus 3i. 1 plus 3i. ഓക്കെ. അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് z⁻⁻1 അല്ലേ? അതായത് ഇസഡിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്തോ കിട്ടിയ ആൻസർ? 1/10 minus 3/10i. ഓക്കെ. ആ 13ാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ എന്തോ സർ ഡൗട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? അതായത് അതിനെ a+ib ഫോമിൽ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണോ ഡൗട്ട്? നോക്കിക്കോളൂ. രണ്ടും പറയണേ. അപ്പൊ ആദ്യം കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ z is equal to 2 into 1 plus i plus i into 1 plus i. ഇതല്ലേ ക്വസ്റ്റ്യൻ? അതെ സർ. ഇതിനെ എന്ത് ഫോമിൽ എഴുതണം? അപ്പൊ എന്റെ കൂടെ എഴുതിക്കൊള്ളുക. z is equal to ആദ്യം ബ്രാക്കറ്റ് കുടിക്കുന്നു 2 into 1 2 into i 2i plus i into 1 i into i square. അപ്പൊ z is equal to 2 plus 2i plus i 3i plus i square
-1. -1. അപ്പോ z ഈക്വൽ 2ഉം -1 കൂടെ കൂട്ടിയാൽ 2ഉം -1 കൂടെ കൂട്ടിയാൽ 1. അപ്പൊ 1 + 3i. അടുത്ത പാർട്ട് ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ. ബി പാർട്ട് ചോദിച്ചേക്കുന്നത് z റൈസ് ടു -1 കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് z റൈസ് ടു -1? 1/z. 1/z. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 1/1 + 3i. എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? കോഞ്ചുഗേറ്റ് നമ്പർ. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 1 × -3i. 1 - 3i ഡിവൈഡഡ് ബൈ 1 + 3i × 1 - 3i. അപ്പൊ 1 × 1 - 3i ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് a + b × a - b അപ്ലൈ ചെയ്യാം. അപ്പൊ ആൻസർ 1² - 3i the whole square. അപ്പൊ 1 - 3i ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1² 1 മൈനസ് 3യുടെ സ്ക്വയർ iയുടെ സ്ക്വയർ i². അപ്പൊ 1 - 3i ഡിവൈഡഡ് ബൈ 1 - 9 × i² -1. അപ്പോൾ 1 - 3i ഡിവൈഡഡ് ബൈ 1 - 9 × -1. 9 × -1 -9. അപ്പോൾ 1 - 3i ഡിവൈഡഡ് ബൈ 1 + 9. അപ്പോൾ 1 - 3i ഡിവൈഡഡ് ബൈ 1 + 9 എത്ര? 10. അപ്പോ 1/10 - 3/10i. ഇപ്പൊ ഡൗട്ട് മാറിയോ കല്യാണി? ഇപ്പൊ ഡൗട്ട് മാറിയോ? മാറി സർ. ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോംപ്ലക്സ് നമ്പറിൽ ചോദ്യം ഉണ്ടോ? ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ചോദ്യമുണ്ടോ? ഇല്ല സർ. ഇല്ല. കോംപ്ലക്സ് നമ്പർ കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാലിറ്റി. ശിവഗംഗെ, ലീനിയർ ഇൻഇക്വാലിറ്റിക്കകത്ത് നിന്നുള്ള ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു? സാർ നോക്കട്ടെ. ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ആറാമത്തെ ചോദ്യമുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആറാമത്തെ പരീക്ഷയിൽ ആ കുട്ടിക്ക് കിട്ടേണ്ടുന്ന മിനിമം മാർക്ക് എത്ര? ആറാമത്തെ പരീക്ഷയിൽ ആ കുട്ടിക്ക് കിട്ടേണ്ടുന്ന മിനിമം മാർക്ക് എത്രയാണ്? 70. ആണോ പിള്ളേരെ? ആറിന്റെ ആൻസർ 70 ആണോ? ആണോ? നവമി സാർ, ഇന്നലെ അവിടെ ഇത് ചെയ്തപ്പോ നവമിക്ക് ആ കുട്ടിക്ക് കിട്ടേണ്ടുന്ന മാർക്ക് നെഗറ്റീവായിട്ടല്ലേ വന്നേ? ആണ്. അപ്പൊ കറക്റ്റ് ആയോ? കറക്റ്റ്. ശരി, ഓക്കെ. ആറാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ ക്വസ്റ്റ്യൻ 3 മാർക്കിനൊക്കെ ചോദിക്കുവോ? എന്താ വേർഡ് പ്രോബ്ലം ആണ്, വഴിക്കണക്ക്. അപ്പൊ സ്റ്റെപ്പ് എഴുതി ചെയ്യാനുള്ള കണക്കാണ്. അമ്മ ചോദിച്ചാൽ അത് കുറച്ച് മാർക്കിനാണോ കൂടുതൽ ചോദിക്കണമെന്നാണ്? അല്ല, ഇത് കൂടുതൽ, ഈ 3 മാർക്കോ അതിൽ കൂടുതലോ ചോദിക്കത്തുള്ളൂ. ഓക്കെ. ശിവഗംഗ, അടുത്ത ചോദ്യം ഏതാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നെടുത്തോട്ടെ. 14. ശരി. സോൾവ് ദ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്തപ്പോ എന്താ കിട്ടി? x > 1. അത് നമ്പർ ലൈനെ വരച്ച് കാണിക്കുമ്പോൾ എവിടെ വരും? അത് 1 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പ്ലസ് ഇൻഫിനിറ്റിയിലോട്ട് ഇങ്ങനെ. ഡൗട്ട് ഉണ്ട്. 14.
14ാമത്തെ ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇൻഇക്വാളിറ്റി 3x minus 4 divided by 2 greater than or equal to x plus 1 by 4 minus 1. ഇതല്ലേ ചോദ്യം? സർ. അപ്പൊ ആദ്യം ഈ കിടക്കുന്ന 1നെ നമ്മൾ 1 by 1 ആയിട്ട് എടുക്കും. അപ്പോൾ 3x minus 4 by 2 greater than or equal to, ഇവിടെ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാട്ടെ. x plus 1 x plus 1 minus 4 by 4. അപ്പോൾ 3x minus 4 by 2 greater than or equal to x അതുപോലെ തന്നെ എഴുതി. 1 minus 4 minus 3 minus 3 by 4 അല്ലേ? ഇനി രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ ഒരു 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. നിങ്ങൾ എങ്ങനെ ചെയ്തത്? 4 കൊണ്ട് ഇൻറ്റു ചെയ്യുവാണ് ചെയ്തത്, അതോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എന്ത് നമ്പറാണെന്ന് ഉറപ്പ് വേണം. പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഇക്വാളിറ്റിക്ക് ചേഞ്ച്. അപ്പൊ 4 into 3x 12x, 4 into minus 4 minus 16 greater than or equal to 2 into x 2x 2 into minus 3 minus 6 ആണോ? സർ. ഈ 2x ലെഫ്റ്റ് കൊണ്ടുവരുന്നു, മൈനസ് 16 റൈറ്റ് കൊണ്ടുവരുന്നു. അപ്പൊ 12x minus 2x greater than or equal to minus 16 റൈറ്റിൽ പോയാൽ പ്ലസ് 16 minus 6. 12x minus 2x 10x greater than or equal to 16 minus 6 10. അങ്ങനെയാണെങ്കിൽ x greater than or equal to 10 by 10. അപ്പൊ x greater than or equal to 1. ഇത് നമ്പർ ലൈൻ അടയാളപ്പെടുത്താൻ അറിയാമോ? അറിയാം. നജയെ ഡൗട്ട് മാറിയോ? മറ്റേ ഇതായിട്ട് എഴുതണോ? കോർഡിനേറ്റ് ബ്രാക്കറ്റിനകത്ത് ഇട്ട് എഴുതണോ? ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ ആദ്യം അത് എഴുതണം. സൊല്യൂഷൻ സെറ്റ് ഈക്വൽ നമ്പർ ലൈൻ വരച്ചിട്ട് മതി സൊല്യൂഷൻ സെറ്റ് എഴുതുന്നത്. നമ്പർ ലൈൻ വരയ്ക്കുന്നു. അല്ല, വെറുതെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് മാർക്ക് എഴുതിയാ മതിയോ, അതോ മറ്റേതായിട്ട് കാണിക്കണോ? സോൾവിങ്ങിനകത്തിൽ ഏതിനകത്തിലും നമ്പർ ലൈനും വരച്ച് സൊല്യൂഷൻ സെറ്റ് വരെ എഴുതി വെക്കുമ്പോഴാണ് ഫൈനൽ ആൻസർ ആവുന്നത്. ഇവിടെ കിട്ടിയോ? അല്ലാതെ സെറ്റ് എഴുതണ്ടായോ മറ്റേ ബ്രാക്കറ്റിനകത്ത്? അതിന്റെ പേരാ സൊല്യൂഷൻ സെറ്റ് എന്ന്. അപ്പൊ 1 എഴുതി. ഈ 1 കറപ്പിക്കണോ? ഈ 1 കറപ്പിക്കണം. ഇനി 1 എക്സിന്റെ വില 1നേക്കാൾ വലുതുണ്ട്. അപ്പൊ ഇതിന്റെ റൈറ്റിൽ വരും അല്ലേ? അപ്പോ സൊല്യൂഷൻ സെറ്റ് ഈക്വൽ First interval 1. ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ ഇന്റർവെൽ 1 ഇൻഫിനിറ്റി. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് ശിവഗംഗ. ആര്യകൃഷ്ണയുണ്ടോ? ആര്യകൃഷ്ണ. രഹനയുണ്ടോ? രഹന. ആദിവിനായക. അത് പറഞ്ഞാലല്ലേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ചാപ്റ്റർ ഏതാണ്? ലീനിയർ ഇൻഇക്വാളിറ്റി കഴിഞ്ഞ ചാപ്റ്റർ ഏതാണ്? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആദ്യം എന്നുള്ള ആദ്യത്തെ ചോദ്യം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആദ്യം എന്നുള്ള ആദ്യത്തെ ചോദ്യം ഏതാ? 7ാമത്തെ ചോദ്യം. NC2 ഈക്വൽ NC3 ആണെങ്കിൽ എന്നിന്റെ വില കണ്ടുപിടിക്കുക. എന്ന എത്ര? 5. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു സർക്കിളിലുള്ള 21 പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കാവുന്ന കോഡുകളുടെ എണ്ണം എത്ര കോഡാ? രഹനയോടാ ചോദ്യം.
അതെങ്ങനെ കിട്ടിയെന്നോട് പറയൂ. 21C2 ഈക്വൽ 210. ഓക്കെ, ഏഴാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്റെ ഇല്ല. ഓക്കെ, അടുത്തത് ആദ്യ വിനായക. അടുത്ത ചോദ്യം ഏതാ? ആദ്യ വിനായക പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനകത്ത് നിന്നുള്ള അടുത്ത ചോദ്യം ഏതാണ്? ഇല്ല. ഗോപിക ഈ പിള്ളേരൊക്കെ രാവിലെ ഇരുന്ന് ഉറങ്ങുവാന്നോ? ഗോപിക ഇല്ല. ദൃശ്യ ഏതാ ദൃശ്യ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനകത്ത് നിന്നുള്ള അടുത്ത ചോദ്യം? 15ാമത്തെ. ക്ലാസ് ചെയ്യിപ്പിച്ച കണക്കല്ലേ അത്? ആണാണ്. അപ്പൊ എക്സിന്റെ വില പറഞ്ഞാട്ടെ. x is equal to 100. x is equal to 100 ആണോ ഉള്ളവരെ? ഓക്കെ. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ. 2 പുരുഷന്മാരും 3 സ്ത്രീകളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എത്ര വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. എത്ര വിധത്തിൽ പറ്റും ദൃശ്യേ? 5C3 ഈക്വൽ 10 ways. 15ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. ദൃശ്യ കഴിഞ്ഞാൽ അടുത്തത് കല്യാണി. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനകത്ത് നിന്നുള്ള? അടുത്ത ക്വസ്റ്റ്യൻ 20, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വായിച്ചാട്ടെ. The number of 3-digit number that can be formed from the digit 1, 2, 3, 4, 5 if no digits are repeated is 1, 2, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്കങ്ങളൊന്നും ആവർത്തിക്കാതെ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞാട്ടെ. 5 into 4 into 3 60 ആൻസർ. 60 ആണ് ആൻസർ. ഓക്കെ, ശരി. അടുത്തത് ബി പാർട്ട്. Find the number of arrangement of the letters of the word mathematics. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വാക്കിൽ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന അറേഞ്ച്മെന്റ്സ്. അപ്പം എത്ര അറേഞ്ച്മെന്റ് നടത്താൻ പറ്റും? അത് സ്റ്റെപ്പ് പറയണം. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 factorial divided by 2 factorial into 2 factorial into 2 factorial. ഈ 11 ഫാക്ടോറിയൽ എവിടുന്ന് വന്നു? അത് മാത്തമാറ്റിക്സിന്റെ അകത്തുള്ള ഫുള്ള് ലെറ്റേഴ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ 11 കിട്ടും. ഈ ഡിനോമിനേറ്ററിൽ ഒരു 2 ഫാക്ടോറിയൽ 3 പ്രാവശ്യം വന്ന എങ്ങനെയാ? അത് m 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, a 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, tയും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. സാറേ, ഈ 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ലാതെ കണക്കായിട്ട് ചെയ്യണോ അതോ കാൽക്കുലേറ്റർ ചെയ്താൽ മതിയോ? എങ്ങനെ? യുവർ ചോയ്സ്. നിങ്ങൾക്ക് നമ്പർ വെച്ച് സിംപ്ലിഫൈ ചെയ്യാം, കാൽക്കുലേറ്ററിലെ വിലയായിട്ട് കണ്ടുപിടിക്കാം, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ. ഇനി അടുത്ത എന്താ കല്യാണി ചോദ്യം? vowel yes sir, in how many of these arrangement do vowels never come together? നമ്മൾ നേരത്തെ കുറേ ചോദ്യം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇതിനകത്തിൽ എത്ര എണ്ണത്തിലാണ് വവ്വൽ ഒരുമിച്ച് വരാത്തത്? ഇങ്ങനെ ചോദിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം വവൽസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. എത്ര വവ്വലുണ്ട്? 4 വവ്വൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ 4 വവ്വൽ ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കണം. അത് എത്ര വിധത്തിലുണ്ട്? അത് 8 ഫാക്ടോറിയൽ by 2 factorial into 2 factorial. അതാണ് വവ്വൽ ഒരുമിച്ച് വരുന്നത് അല്ലേ? അപ്പൊ വവ്വൽ ഒരുമിച്ച് വരാത്തതോ? 3 വവ്വലല്ലേ ഉള്ളൂ. ഏതാ? എന്താണ്? 3 വവ്വലല്ലേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഞാൻ ബോർഡ് തുറച്ചോട്ടെ. അമൽ, അത് മനസ്സിലായോ? അതിനകത്തിലെ എ എന്ന് പറയുന്ന വവ്വൽ എത്ര തവണ വരുന്നുണ്ട്? 2 പ്രാവശ്യം. 2 പ്രാവശ്യം. അതാണ് കല്യാണി എത്ര ആയിട്ട് വായിച്ചേക്കുന്നത്? 4. അതോ വലിയ കല്യാണി 4ആണോ 5ആണോ? 4. അപ്പൊ നോക്കാം. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വാക്കിൽ മൊത്തം എത്ര ലെറ്റർ ഉണ്ട്? 11. അതിനകത്തിൽ ആരൊക്കെയാ റിപ്പീറ്റ് ചെയ്യുന്ന കല്യാണി പറഞ്ഞാട്ടെ? കല്യാണി മുടങ്ങി പോയോ? ഹലോ, M I T
എമ്മും എയും ടിയും ആ എം എത്ര പ്രാവശ്യം? 2. എ എത്ര പ്രാവശ്യം? 2. ടി എത്ര പ്രാവശ്യം? 2. ആ അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽ 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതിന്റെ ആൻസർ എത്രയാണ് കല്യാണി? 4989600. 4989600. 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. അപ്പൊ 49,89,600 വാക്ക് നമുക്ക് ഇത് ഉപയോഗിച്ചുണ്ടാക്കാം. അത് ക്ലിയർ ആയോ? ഇനി ചോദ്യം, അതിൽ എത്ര എണ്ണത്തിലാണ് വവ്വൽ ഒരുമിച്ച് വരാത്തത്? അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്ത് വവ്വലിനെ എല്ലാം തപ്പി പെറുക്കി എടുക്കണം. എത്ര വവ്വലുണ്ട്? 4. ഏതൊക്കെ? എ ഇ ഐ എ 2 പ്രാവശ്യം. എ എ ആ ഇ ഐ. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ഈ 4 വവ്വലിനെ യൂണിറ്റ് ആക്കണം. ഒരു യൂണിറ്റ് ആക്കി പരിഗണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവര് 4 പേരൂടെ ചേർന്ന് ഒരു യൂണിറ്റ് ആയി. ഇനി ബാക്കി എത്ര അക്ഷരമുണ്ട് ബാലൻസ്? 7. ആ 7 പേരെ ചേർത്ത് നമുക്ക് 7 യൂണിറ്റ് ആക്കാം അല്ലേ? അപ്പൊ മൊത്തം എത്ര യൂണിറ്റ്? എത്ര യൂണിറ്റ്? 8 യൂണിറ്റ്. അപ്പോ ഈ 8 പേരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വിധത്തിൽ അറേഞ്ച്മെന്റ് നടത്താം? 8 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ. ഈ ആദ്യത്തെ 2 ഫാക്ടോറിയൽ ആരുടേതാ? എമ്മിന്റെ. രണ്ടാമത്തെ 2 ഫാക്ടോറിയൽ ടിയുടെ. ഈ എയുടെ 2 ഫാക്ടോറിയൽ എന്തേ? അത് 4 into 4 ഫാക്ടോറിയൽ യൂണിറ്റ് ആക്കി പരിഗണിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്തോന്ന് കല്യാണി? സാർ ഞാൻ മറ്റേ 4 ഫാക്ടോറിയൽ ബൈ 2 അത് രണ്ടും ഒരുമിച്ച് ആൻസർ പറഞ്ഞു. ടോട്ടൽ ആൻസറോ? ഇതിന്റെ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ല? സാർ ഒരു മിനിറ്റ്. സാർ 10080. 10080. 10,080 അല്ലേ? അതെ സർ. ഇത്ര എണ്ണത്തിൽ ആരൊരുമിച്ച് വരും? ഇത്രയും എണ്ണത്തിൽ വവ്വൽ ഒരുമിച്ച് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ല സാർ, ഇനി ഇതിനകത്തുനിന്ന് എ എ ഐ ഇ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഒരു കാര്യം പറയാനുണ്ട്. ഇതിനകത്തിലേ ഇത്ര എണ്ണത്തിനകത്തിൽ ഈ വവ്വല് 4 എണ്ണം ഇങ്ങനെ തന്നെ ഇരിക്കണോ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ അവരെ എത്ര വിധത്തിൽ അറേഞ്ച് ചെയ്യാം? 4. അവരെ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ. ഇവര് മൊത്തം 4 പേരുണ്ട്, അതാണ് 4 ഫാക്ടോറിയൽ. അതിനകത്തിൽ എ 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, അതാണ് 2 ഫാക്ടോറിയൽ. ഇതൂടെ ആകുമ്പോഴേ ആൻസർ ആവത്തുള്ളൂ. ഇതൂടുള്ള ആൻസർ പറഞ്ഞേ. 120,960. ശരിയാണോ? 10 100 1000 10000 ലക്ഷം 12,960,000 ആണോ? ഇത്ര എണ്ണത്തിൽ ആരൊരുമിച്ച് വരുന്നുണ്ട്? അപ്പൊ നമ്മുടെ ചോദ്യം എന്തുവാ? ഒരുമിച്ച് വരാത്തത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടലിൽ നിന്ന് വവൽസ് ഒരുമിച്ചുള്ളത് മൈനസ് ചെയ്യണം. അപ്പൊ ഈ ആദ്യത്തേതിൽ നിന്ന് ഈ രണ്ടാമത്തേത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എത്ര വരും? 486,640. ഓക്കെ, ശരി. 20ാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറിയോ എല്ലാവർക്കും? അപ്പൊ ഇത്രയാണ് ഞാൻ നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ചതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചേക്കുന്നത്. ആണോ? അതെ സർ. ഒരു സെക്കൻഡ്, ഞാൻ റെക്കോർഡിംഗ്. ചോദിച്ചോ.
സാറേ ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഏത് ഫംഗ്ഷനാ ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയും? നമ്മളിപ്പോ ഇപ്പൊ ചെയ്ത ചോദ്യം കണ്ടോ, മാത്തമാറ്റിക്സ്. ആ ചോദ്യം ഒന്ന് വായിച്ചേ. ഫൈൻഡ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ. 20ാമത്തെ ചോദ്യം കണ്ടോ, the number of 3-digit numbers that can be formed from the digits. അതായത് 1, 2, 3, 4, 5 എന്നിങ്ങനെ 5 സംഖ്യ നമുക്ക് തന്നിരിക്കുന്നു. ഇതിനകത്തിൽ നിന്ന് നമ്മൾ 3 സംഖ്യകൾ വീതം എടുത്ത് അറേഞ്ച്മെന്റ് നടത്തുമ്പോഴല്ലേ 3-digit നമ്പർ ഉണ്ടാകുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ നമുക്ക് കിട്ടുന്ന മീനിങ് അറേഞ്ച്മെന്റ് എന്നാണെങ്കിൽ പെർമ്യൂട്ടേഷൻ. എന്റെ ബാഗിനകത്തിൽ ചെടി കളിക്കാം. ഇനി അതിന് പകരം നമ്മുടെ 15ാമത്തെ ചോദ്യം കണ്ടായിരുന്നോ, ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി ഓഫ് 3 persons ക്യാൻ ബി ഫോംഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 2 men and 3 women. 2 പുരുഷന്മാരും 3 സ്ത്രീകളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എത്ര വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം മീൻസ് സെലക്ട് ചെയ്യാവുന്ന അർത്ഥം. അപ്പോ ചോദ്യം വായിക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അത് കോമ്പിനേഷൻ. തെരഞ്ഞെടുപ്പാണെങ്കിലോ അത് തന്നെ കോമ്പിനേഷൻ. അറേഞ്ച്മെന്റ് ആണെങ്കിലോ പെർമ്യൂട്ടേഷൻ. കാര്യം ഇവിടെ കിട്ടിയോ? പിന്നെ എല്ലാ ടൈപ്പ് കണക്ക് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കോഡ് ഉണ്ടാക്കുന്ന കണക്കൊക്കെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഉച്ചയ്ക്ക് 2 തൊട്ട് 5 വരെ നടന്ന ക്ലാസ്സില്ലേ, അന്ന് പഠിപ്പിച്ച കണക്കാണ്. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിലുള്ള എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ അതേ മോഡൽ. ഇപ്പൊ മാത്തമാറ്റിക്സ് ഇതിന് പകരം നമ്മൾ വേറെ വാക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻസ് പഠിച്ചു, മിസിസിപ്പി പഠിച്ചു, ഇല്ലയോ, ഡോട്ടർ പഠിച്ചു. ഇപ്പൊ ഡൗട്ട് മാറിയാമല്ലേ? മാറി. ശരി, ഓക്കെ. അപ്പൊ ഞാൻ റെക്കോർഡിങ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.